ഓക്കെ അല്ലേ? എന്താണ് ഇന്ന് പോലീസ് അന്വേഷിച്ചത്? ഇന്ന് മൊഴി വന്ന് SIT വന്നിട്ട് മൊഴിയെടുത്തു. എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഡീറ്റെയിൽസോടുകൂടി തെളിവുകളോടുകൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഇന്ന് 7 പേർക്കുള്ള മൊഴി എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. നിങ്ങളെല്ലാം എത്ര നേരം വെയിറ്റ് ചെയ്തല്ലേ? അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി തന്നെ FIR ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ തെളിവുകളാണ് കൈമാറിയത്? എന്ത് തരത്തിലുള്ള തെളിവുകളാണ്? എൻ്റെ കൈവശം ഉണ്ടായിരുന്നതും നമ്മളൂടെ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നെന്നും ഞാൻ അന്ന് ആരോടൊക്കെ ഷെയർ ചെയ്യുന്നു അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ 2008 മുതൽ ഈ ഏതൊക്കെ സ്ഥലത്ത് വെച്ചാണെന്നൊക്കെ കൃത്യമായി തന്നെ മൊഴി? എല്ലാ ലൊക്കേഷനും നമുക്ക് പറയാം. കാരണം പല പല സിനിമ ലൊക്കേഷനിലാണല്ലോ പല പല പ്രശ്നങ്ങളുണ്ടായത്. അതിൻ്റെ ഏത് സിനിമയായിരുന്നും ഏത് ലൊക്കേഷനാണെന്നും അത് ഏത് ഹോട്ടലിലായിരുന്നു എല്ലാം അവർ എഴുതി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ 6 കൊച്ചിയിലും 1 തിരുവനന്തപുരത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ. ഏതൊക്കെ പരിധിയിലെത്തി? കൊച്ചിയിൽ തന്നെ എവിടേക്കാണ് വരുന്നത്? കൊച്ചി തന്നെ അത് എക്സാക്റ്റ് ആയിട്ട് എനിക്കറിയത്തില്ല. കൊച്ചി എന്നാണ് അവരും പറഞ്ഞത്, ഞാൻ കേട്ടത്. ഈ 2008 മുതലുള്ള ഏതൊക്കെ കാലഘട്ടത്തിലാണ് ഇത് നടന്നത്? ഇത് നടന്നത് ശരിക്കും 2008 തൊട്ട് 2012 വരെയുള്ള ആ സമയത്താണ് സംഭവങ്ങളൊക്കെ നടന്നത്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും എനിക്ക് ഒരുപാട് ഈ ഒരു അവസരം പ്രത്യേകിച്ച് ആദ്യം മീഡിയയോട് പറയട്ടെ എൻ്റെ സന്തോഷം. ഞാൻ വളരെ വളരെ എനിക്ക് ഒത്തിരി ആത്മസംതൃപ്തി കിട്ടി. കാരണം 13 വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചിട്ട് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ ഭയങ്കര വിഷമത്തിലായിരുന്നു. കാരണം അന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കും എന്തുകൊണ്ട് ഞാൻ കേസ് കൊടുത്തില്ല ആദ്യമേന്ന്. അന്ന് കേസ് കൊടുത്തായിരുന്നെങ്കിൽ അന്നത്തെ കാലമല്ല ഇന്ന്. അന്ന് നമ്മളുടെ പോലീസ് ഓഫീസേഴ്സ്, നമ്മുടെ നിയമ ഉദ്യോഗസ്ഥർക്ക് വെച്ചാൽ അവർക്ക് അവരുടേതായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അവരുടേതായ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ തന്നെയും, അവർക്ക് നീതി ചെയ്യണമെങ്കിൽ തന്നെയും അവർ അറസ്റ്റഡ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ പൊളിറ്റിക്സിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കാരണം അവർക്ക് നമുക്ക് നീതി നേടിത്തരാൻ അവർക്ക് സാധിക്കില്ലായിരുന്നു. പക്ഷേ കാലം ഒരുപാട് മാറി. അന്നത്തെ കേരളമല്ല ഇന്ന് അന്നത്തെ നിയമമല്ല ഇന്ന് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എല്ലാം സുരക്ഷ കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇപ്പം ഹേമ കമ്മിറ്റിയും അതുപോലെ തന്നെ പിണറായി സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഏതെങ്കിലും സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരുക, തീർച്ചയായിട്ടും എത്ര ഉന്നതനായാലും എത്ര പ്രമുഖനായാലും അവർക്കെതിരെ ഞങ്ങൾ കേസെടുക്കും എന്നുള്ള കാര്യം, അതാണ് കൂടുതൽ ആത്മസംതൃപ്തി ഉണ്ടായത്. പിന്നെ ഹേമ കമ്മിറ്റിയിലെ എല്ലാ സ്ത്രീകളും വളരെ ധൈര്യമായിട്ട് പുറത്തോട്ട് വന്നതും ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതും എല്ലാം ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി. സോ ഐ അണ്ടർസ്റ്റുഡ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. പിന്നെ SIT ഈ അംഗങ്ങൾ, എനിക്ക് SIT ടീം നമ്മുടെ മാഡമൊക്കെ വളരെ ഭയങ്കര, എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയാം. ഇപ്പം ഇന്നലെ തന്നെ എന്നോട് പൂങ്കുഴലി മാഡം പറഞ്ഞു ഇമെയിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ 2 പേരുടെ ഒന്ന് DIGയുടെയും ഒന്ന് പൂങ്കുഴലി മാഡത്തിൻ്റെ ഇമെയിൽ ID ആണ് എനിക്ക് തന്നെ. പക്ഷേ മാഡത്തിന് മാത്രമേ ഞാൻ ആദ്യം അയച്ചുള്ളൂ. കാരണം ഈ DIG ഒരു പുരുഷനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഈ DIGക്ക് ഇമെയിൽ അയക്കാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് നേരിട്ട് DIGനെ കണ്ടപ്പോഴാണ് ഒരു വുമൺ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമായി. കാരണം നമുക്ക് തുറന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ മാഡത്തിൻ്റെ ഇമെയിൽ ID ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഇപ്പം നമുക്ക് ഏത് സ്ത്രീകൾക്കായാലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്ക് നേരിട്ട് നമുക്ക് ഇമെയിൽ ചെയ്യാൻ സാധിക്കും. ഇതറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ കാരണം സ്ത്രീകൾ വളരെ സുരക്ഷിതരാണ്. ഇപ്പം പിണറായി സാർ എടുത്ത ഈ ഒരു നടപടി വളരെ റിയലി അപ്രീഷിയേറ്റ് ആണ്. താങ്ക് യു സോ മച്ച്. ആരോപണം നിഷേധിച്ചൊരു സാഹചര്യമുണ്ട്. പലരും പരാതിക്കാർക്കെതിരെ പരാതി കൊടുക്കുന്ന സാഹചര്യമുണ്ട്. എന്താണ്? പരാതിക്കെതിരെ പരാതി കൊടുക്കും. അത് അന്നേരം അവർ മീഡിയയിൽ പറഞ്ഞതല്ലേ. ഇപ്പം പോലീസ് അവർ SIT വന്നിട്ട് അവർ കേസ് എടുക്കണമെങ്കിൽ ഒന്നുമില്ലാണ്ട് തെളിവൊന്നുമില്ലാണ്ട് എടുക്കത്തില്ലല്ലോ. അവർക്ക് ഇപ്പം മീഡിയയുടെ മുമ്പിൽ അവർ ഇപ്പോൾ ഒരു കൾപ്രിറ്റ് ഞാൻ തെറ്റ് ചെയ്യുന്ന ആരും സമ്മതിക്കത്തില്ല അല്ലേ. അപ്പോൾ അവർ അത് ഒന്നത് കേസ് എടുക്കാതിരിക്കാൻ ഒരു എന്നെ തളർത്താനൊക്കെ ആയിട്ട് പല കള്ള ആരോപണങ്ങളൊക്കെ ഇടുമായിരിക്കും. പക്ഷേ അതെല്ലാം ശരി, ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും ശരിയാണെന്ന് ബോധ്യമാവുകയും ഉടനെ തന്നെ അവർക്കെതിരെ കേസെടുക്കണമെന്നുമാണ്. രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന എന്തെങ്കിലും ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട്? അങ്ങനെ എന്തെങ്കിലും പോലീസ് പറഞ്ഞിരുന്നു? രഹസ്യമൊഴിയുണ്ട്. രഹസ്യമൊഴി നിങ്ങൾ കൊടുക്കേണ്ടി വരിക, കോടതിയിലാണ് കൊടുക്കേണ്ടി വരിക. കൊടുക്കേണ്ട കാര്യം പറഞ്ഞിരുന്നു? അതെ, ജഡ്ജിന്റെ അടുത്താണ്. തയ്യാറാണ്. പിന്നല്ലേ ഈ മുകേഷ് പറഞ്ഞത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്നൊക്കെയാണ് ഈ ആരോപണം വന്നപ്പോൾ പ്രതികരിച്ചത്. അത് ബ്ലാക്ക് മെയിൽ എന്ന് പറയുമ്പോൾ ഒരു MLAക്ക് ഒരിക്കലും അത് പറയാം. അദ്ദേഹം അത്രയും കൊച്ചാകാൻ പാടില്ല. അദ്ദേഹം MLA എന്നൊരു പൊസിഷൻ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആ സ്ത്രീക്കെതിരെ കേസെടുത്തില്ല? അദ്ദേഹത്തിന് അപ്പം തന്നെ ഒരു ഫോൺ ചെയ്താൽ മതിയല്ലോ. ഒരു സ്ത്രീ എന്നെ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു. കൂടാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുണ്ടെന്ന് പറഞ്ഞു. ഈ തെളിവൊക്കെ പോലീസിന് മുമ്പിൽ ഹാജരാക്കാമല്ലോ. അപ്പം എന്തുകൊണ്ട് ഈ 2 വർഷം അദ്ദേഹം മിണ്ടാതിരുന്നു? ഒരു സ്ത്രീക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ളതാണോ ഒരു MLA?
എന്തുകൊണ്ട് ഇത്രയും രണ്ട് വർഷം സൈലൻ്റ് ആയിട്ടിരുന്നു? അത് നിങ്ങളെല്ലാവരും ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ആരെങ്കിലും സ്വാധീനിക്കാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമം ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല, കാരണം ഒന്നെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഈ 2 ദിവസം നല്ല ബിസി ആയതുകൊണ്ട് ഫോൺ കോൾ ഞാൻ ഫോൺ സൈലൻ്റ് ആക്കി ഇട്ടിരിക്കുകയാണ്. ഇതുവരെ ആരുടെയും ഫോണൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്തില്ല. അർജൻറ്റായിട്ട് മീഡിയ എന്നൊക്കെ കാണുമ്പോൾ ജസ്റ്റ് എടുക്കുന്നല്ലാണ്ട് അല്ല വേറെ ഫോൺ അൺനോൺ ഫോൺസ് ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ. താങ്ക് യു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു.